നമ്മളിന്ന് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റീഡിംഗ് എന്നൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 73 റീഡിംഗ്. അപ്പം റീഡിംഗ് എന്ന് വെച്ചാൽ വായിക്കുക. നമ്മളിപ്പം എന്ത് കാര്യം വായിച്ചാലും ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ട്, നോവൽസ് വായിക്കുന്നവരുണ്ട്, പോയംസ് വായിക്കുന്നവരുണ്ട്, മാസികകൾ വായിക്കുന്നവരുണ്ട്, മാഗസിൻസ് വായിക്കുന്നവരുണ്ട്, ആർട്ടിക്കിൾസ് വായിക്കുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം എവറിത്തിങ് കംസ് അണ്ടർ റീഡിംഗ്. അപ്പം 3 തരത്തിലുള്ള റീഡേഴ്സാണുള്ളത്. 3 തരത്തിലുള്ള വായനക്കാരാണുള്ളത്. ഒരു ഗുഡ് റീഡർ എന്ന് പറയുന്നത് ഹു ഈസ് ഏബിൾ ടു റീഡ് റാപ്പിഡ്ലി ആൻഡ് വിത്ത് കോംപ്രിഹെൻഷൻ. ഒരു നല്ല റീഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് വായിക്കുകയും പെട്ടെന്ന് വായിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഗുഡ് റീഡർ എന്ന് പറയുന്നത്. സാധാ റീഡർ. അതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഒരു അടുത്ത പടിയാണ് എ ബെറ്റർ റീഡർ. വൺ ഹു റീഡ്സ് റാപ്പിഡ്ലി ആൻഡ് ക്രിട്ടിക്കലി വിത്ത് കോംപ്രിഹെൻഷൻ ഈസ് ടു ബി കൺസിഡേർഡ് ദ ബെറ്റർ റീഡർ. അപ്പോൾ പെട്ടെന്ന് വായിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അതിനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ, ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാര്യം ഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതെവിടെയെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യവും കൂടെ ആ പുള്ളിയുടെ ഉള്ളിൽ കാണും. എ ബെറ്റർ റീഡർ എന്ന് പറയുന്നത് വൺ ഹു ഈസ് ഏബിൾ ടു മെമ്മറൈസ് വാട്ട് ഈസ് റെഡ്. ഒരു ബെസ്റ്റ് റീഡർ എന്ന് പറയുന്നത് എന്ത് കാര്യം വായിച്ചാലും അതിനെപ്പറ്റി നല്ലൊരു മെമ്മറി നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് മെമ്മറൈസ് ചെയ്യാനും സാധിക്കുന്ന കഴിവുള്ള ഒരാളാണ് ബെസ്റ്റ് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ റീഡിങ് 3 തരത്തിലാണുള്ളത്. റിക്രിയേഷണൽ റീഡിങ്, സ്റ്റഡി ടൈപ്പ് റീഡിങ്, സർവേ റീഡിങ്. അപ്പോൾ ഒന്നാമത്തെ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്? റീഡിങ് ഫോർ പ്ലഷർ, റീഡിങ് ഓഫ് നോവൽ, സ്റ്റോറി ബുക്സ് എക്സെട്ര. ബട്ട് ഇഫ് വി വെയർ റീഡിങ് എ നോവൽ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് റൈറ്റിംഗ് എ പേപ്പർ ഓൺ ഇറ്റ്, അവർ റീഡിങ് ഓഫ് ഇറ്റ് ബിക്കം സ്ലോ ആൻഡ് സീരിയസ് ആൻഡ് പ്രാക്ടിക്കലി ബിക്കം സ്റ്റഡി ടൈപ്പ് റീഡിങ്. അപ്പം റിക്രിയേഷണൽ റീഡിങ് എന്ന് പറയുന്നത് റീഡിങ് ഫോർ പ്ലഷർ എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു സുഖത്തിന് വേണ്ടി വായിക്കുന്നവരാണ്. നമ്മളിപ്പം എന്താണ് നോവൽ വായിക്കുക, സ്റ്റോറികൾ വായിക്കുക, ഇതൊക്കെ നമ്മുടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന്, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി, ഒരു പ്ലഷറിന് വേണ്ടി, നമുക്കൊരു മനസ്സുഖത്തിന് വേണ്ടി വായിക്കുന്ന ആ ഒരു ബുക്സും കാര്യങ്ങളും ഒക്കെയാണ് എന്താണ് റിക്രിയേഷണൽ റീഡിങ് എന്ന് പറയുന്നത്. അതുപോലെ റിക്രിയേഷണൽ റീഡിങ്ങിനകത്ത് ഇപ്പം നമ്മൾ നോവൽ വായിക്കുക, മാഗസിൻസ് വായിക്കുക, അതുപോലെ നമുക്ക് രസകരമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങൾ, അത് എല്ലാം റിക്രിയേഷണൽ റീഡിങ്ങിൻ്റെ അകത്ത് വരും. അതിന് നേരെ ഓപ്പോസിറ്റാണ് സ്റ്റഡി ടൈപ്പ് റീഡിംഗ് എന്ന് പറയുന്നത്. സ്റ്റഡി ടൈപ്പ് റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം റിക്രിയേഷണൽ റീഡിങ്ങിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് എന്താണ് ഒരു നോവൽ, ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒരു നോവൽ എടുത്തങ്ങ് വായിക്കുക. അപ്പം നമുക്ക് ഉള്ളിലൊരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ ഉള്ളിലൊരു പ്ലഷർ, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് റിക്രിയേഷണൽ. റീക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിൽ. അതുപോലെ സ്റ്റഡി ടൈപ്പ് എന്ന് പറയുന്നത് പഠിക്കുവാൻ വേണ്ടി. പേസ് ക്ലോസ് അറ്റൻഷൻ ടു എവറി വേർഡ്. ദി സെയിം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെറ്റീരിയൽ ഇൻ സം ഡെപ്ത്. ദ മെത്തേഡ് ഇൻവോൾവ്സ് 5 സിമ്പിൾ സ്റ്റെപ്സ്. അപ്പം സ്റ്റഡി ടൈപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബുക്ക് എടുക്കുകയാണ്, നിങ്ങൾ പഠിക്കുന്ന കൊമേഴ്സ് ബുക്ക് എടുത്തിട്ട് നമ്മളതിനെ ക്ലോസ് അറ്റൻഷൻ കൊടുക്കുകയാണ്, നമ്മളതിനെ വിശദമായിട്ട് പഠിക്കുകയാണ്. എയിം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെറ്റീരിയൽ ഇൻ സം ഡെപ്ത്. ആഴത്തിൽ നമ്മൾ ആ ഒരു കണ്ടന്റ് പഠിക്കുന്നതിനാണ് സ്റ്റഡി ടൈപ്പ്. അപ്പോൾ 5 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റഡി ടൈപ്പ് റീഡിങ്ങിന്. ഒന്ന് സർവേ എന്ന് പറയുന്നത് സ്കിം ത്രൂ ടു ഗെയിൻ ആൻ ഓവർവ്യൂ ആൻഡ് നോട്ട് കീ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങളുടെ ഒരു കൊമേഴ്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതുപോലെ അതിനെ പെട്ടെന്നൊന്ന് മറിച്ച് നോക്കുക, അതിനെപ്പറ്റി ഒരു ഓവർവ്യൂ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ കീ പോയിന്റ്സ് മാത്രം എഴുതിയെടുക്കുക. അതിനെയാണ് സർവേ എന്ന് പറയുന്നത്. സർവേ എന്ന് കേട്ടിട്ടില്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് തികഞ്ഞു പിടിച്ച് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന രണ്ടാമത്തതിൻ്റെ അകത്ത് ഡിവൈസ് ക്വസ്റ്റ്യൻസ് യു ഹോപ്പ് ദി ടെസ്റ്റ് വിൽ ആൻസർ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ചോദ്യങ്ങളെല്ലാം അതിന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ അതിന് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ആകെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. മൂന്നാമതാണ് റീഡ് ചെയ്യുന്നത്. മൂന്നാമത് വളരെ പതിയെ, വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ നമ്മുടെ മെമ്മറിയിലേക്ക് ആഴത്തിൽ പതിയാൻ വേണ്ടി ഒന്ന് വായിക്കും. റീകോൾ എന്ന് പറയുന്നത് ഫ്രം മെമ്മറി റൈറ്റ് ഡൗൺ ദ മെയിൻ പോയിന്റ്സ് മെയ്ഡ് ബൈ ദി ചാപ്റ്റർ. നാലാമത് നമ്മളത് ഒന്ന് റീകോൾ ചെയ്യും, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും മെയിൻ പോയിന്റ്സ് ആയിട്ട്. ഇതൊക്കെ ഒരു പഠന രീതിയാണ് ഈ പറയുന്നത്.
അഞ്ചാമത് റിവ്യൂ. റീവിസിറ്റ് യുവർ ക്വസ്റ്റ്യൻസ്, കമ്പയർ ദിസ് ടു യുവർ റീകോൾ ആൻഡ് എസ്റ്റാബ്ലിഷ് how well the test has answered them. Fill in any gaps by further reading and note taking. അപ്പം റിവ്യൂവിൽ നമ്മൾ ആ ഒരു വിശകലനം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ റീകോളിൽ ചെയ്തത്, നമ്മൾ ഓർത്തെടുത്ത കാര്യങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ശരിയാണോ നമ്മൾ എഴുതിയത് എന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 5 പ്രോസസ്സിൽ കൂടെ കടന്നു പോയെങ്കിൽ നമുക്ക് ഏതൊരു കാര്യവും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അടുത്തൊരു സെക്ഷനാണ് സർവേ റീഡിംഗ്. സർവേ റീഡിംഗ് എന്ന് പറയുന്നത് generally used word for this kind of reading is to skim. This method of reading is also used when we search for some specific information. അപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ ഡിക്ഷണറി നോക്കുകയാണ്, ഡിക്ഷണറിയിൽ ഒരു കാര്യം വായിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ ഒരു വാക്ക്, പെർസെപ്ഷൻ എന്ന് പറയുന്നൊരു വാക്ക്, അല്ലെങ്കിൽ എന്താണ് വേറൊരു വാക്ക് പറഞ്ഞത്, ദി ഗ്രേറ്റ് അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ നോക്കുകയാണ് ഡിക്ഷണറിയിൽ. അപ്പം നമുക്ക് അറിയാം എന്താ നോക്കേണ്ടത് എന്നുള്ളത്, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. അപ്പം ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ബുക്കിൽ പരിശോധിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സർവേ റീഡിങ്. അപ്പം നമുക്ക് നേരത്തെ അറിയാം ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ബുക്ക് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറിച്ച് നോക്കും. ഇപ്പോൾ ഡിക്ഷണറി ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ പെട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കും ചാലഞ്ച് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് സർവേ റീഡിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫ് റീഡിംഗ് ഈസ് ഓൾസോ യൂസ്ഡ് വെൻ വി സെർച്ച് ഫോർ സം സ്പെസിഫിക് ഇൻഫർമേഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടി തന്നെ നമ്മൾ തിരഞ്ഞു പിടിച്ച് നോക്കുന്നതിനെയാണ് സർവേ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് റിക്രിയേഷണൽ റീഡിംഗ് നമ്മൾ പ്ലഷറിന് വേണ്ടി, നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടി വായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബുക്സ്, നോവൽസ്, ആടുജീവിതം പോലത്തെ പുസ്തകം, അല്ലെങ്കിൽ എന്താ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് പോലത്തെ ബുക്സ് ഒക്കെ വായിക്കുന്നതിനാണ്. അല്ലെങ്കിൽ മാഗസിൻസ്, അല്ലെങ്കിൽ യാത്രാ മാഗസിൻസ്, അല്ലെങ്കിൽ വാരികകൾ, വനിത, ഗ്രഹലക്ഷ്മി, അങ്ങനത്തെ തുടങ്ങിയതെല്ലാം റിക്രിയേഷണൽ റീഡിങ്ങിന് വേണ്ടിയാണ്. സ്റ്റഡി ടൈപ്പ് റീഡിംഗ് നമ്മൾ ഒരു പഠനം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് സ്റ്റഡി ടൈപ്പ് റീഡിംഗ്. സർവേ റീഡിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചകഞ്ഞ് നോക്കുന്നതിനാണ് സർവേ റീഡിംഗ്. അപ്പോൾ ഹെൻറി മാഡോസ് ഇൻ ഹിസ് ബുക്ക് ഹൗസ് ടു സ്റ്റഡി ലിസ്റ്റ് 7 ഡിഫറെൻറ്റ് റീഡിംഗ് സ്റ്റൈൽസ്. അപ്പം ഹെൻറി മാഡോക്സ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഹൗ ടു സ്റ്റഡി എന്ന് പറയുന്ന ഒരു ബുക്കിൽ 7 ഡിഫറെൻറ്റ് റീഡിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് റീഡിംഗ് ടു മാസ്റ്റർ ദി കണ്ടൻസ്. അപ്പം ഒന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം സ്റ്റഡി ടൈപ്പ് റീഡിങ്ങിൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ വായിക്കുന്ന. രണ്ടാമത്തേത് എക്സ്പ്ലോറേറ്ററി റീഡിംഗ്. സിൻസ് വാട്ട് വി ആർ റീഡിംഗ് ഈസ് ഫെമിലിയർ ടു അസ്, വി ക്യാൻ റീഡ് ദ ടെക്സ്റ്റ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാം, പക്ഷെ അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, ഇപ്പം ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് പഴയൊരു സ്വാതന്ത്ര്യ സമരത്തിന് 1947 സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് നമുക്കറിയാം, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഗാന്ധിജി, അങ്ങനെ കുറെ സ്വാതന്ത്ര്യ സമര സേനാക്കളൊക്കെ നമുക്ക് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്നതിന്, കൂടുതലായിട്ട് അതിനെ ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഒന്നും കൂടെ നമ്മൾ ബുക്ക് റെഫർ ചെയ്ത് വായിക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റീഡിംഗ് എന്ന് പറയുന്നത്. റിവിഷൻ റീഡിംഗ് എന്ന് പറയുന്നത് റീഡിംഗ് ദ ടെക്സ്റ്റ് റാപ്പിഡ്ലി. ദ പർപ്പസ് ഓഫ് റിവിഷൻ റീഡിംഗ് ഈസ് ടു ഫിക്സ് ദി ഇൻഫർമേഷൻ വി ഹാഡ് റെഡ് ഫേംലി ഇൻ ദ മൈൻഡ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ഈസി റീകോൾ. റിവിഷൻ റീഡിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അന്നൊന്നും ദിവസം പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് പോയിട്ട് എക്സാമിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ റിവിഷൻ ചെയ്യും. പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ റീവൈസ് ചെയ്യുക എന്ന് പറയും. ഒന്നും കൂടെ അത് ഒന്ന് കൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക, റീവൈസ് ചെയ്യുക. ആ ഒരു ടൈപ്പ് റീഡിംഗ് ആണ്. അതൊക്കെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്. അപ്പം അതൊക്കെയാണ് റിവിഷൻ റീഡിംഗ് എന്ന് പറയുന്നത്. നാലാമത്തേത് പറയുന്നത് റീഡിംഗ് ഇൻ ഓർഡർ ടു സെർച്ച് ഫോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഓർ ടു ആൻസർ എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പം നാലാമത്തെ ടൈപ്പ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൻറി മാഡോക്സ് പറയുന്നത് പോലെ നാലാമത്തെ ടൈപ്പ് ഓഫ് റീഡിങ്ങിൽ എന്താണ്, ഒരു കാര്യത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിക്ഷണറി ഒക്കെ തുറന്ന് നമ്മളൊരു വാക്കിന് വേണ്ടി അർത്ഥം കണ്ടുപിടിക്കുന്നതൊക്കെ നാലാമത്തെ കാറ്റഗറി. അഞ്ചാമത്തേത് ക്രിട്ടിക്കൽ റീഡിങ്. അപ്പോൾ ഒരു ബെസ്റ്റ് റീഡർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ അല്ല, ബെറ്റർ റീഡർ എന്ന് പറയുന്നത് ക്രിട്ടിക്കലായിട്ട് ഒരു കാര്യത്തെ കാണുക,
വിമർശനാത്മകമായിട്ട് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ 5ാമത്തെ കൈൻഡ് ഓഫ് റീഡർ, വായനക്കാരൻ എന്ന് പറയുന്നത് വെൻ വി ഇന്റന്റ് ടു റിവ്യൂ എ പീസ് ഓഫ് റൈറ്റിംഗ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ശരി തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീഡിങ്ങിൻ്റെ അത്. അതിനൊരു വിമർശനാത്മകമായിട്ട് കാണുക. റിക്രിയേഷണൽ റീഡിങ്. അപ്പം ഈ ക്രിട്ടിക്കൽ റീഡിങ്ങിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വായിക്കുമ്പം അത് ശരിയാണോ തെറ്റാണോ, അവൻ പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് കാര്യം ശരിയായിട്ടാണോ, അതിപ്പോൾ സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ തിന്മ ഉണ്ടാക്കുമോ എന്നൊക്കെ വിമർശനാത്മകമായിട്ട് നോക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആളുകളുണ്ട് ഈ നമ്മുടെ റീഡിങ് പ്രോസസ്സിൻ്റെ അകത്ത്. 5ാമത്തേത് റിക്രിയേഷണൽ റീഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഇമോഷണൽ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വായിക്കുന്ന ടൈപ്പ് ഓഫ് റീഡിങ്. നേരത്തെ പറഞ്ഞ പോലെ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് മെറ്റിക്കുലസ് അറ്റൻഷൻ ഇസ് പെയ്ഡ് ടു സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ ഇൻ പ്രൂഫ് റീഡിങ്. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം സാധാരണ എന്തെങ്കിലും ഒരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യാമെന്ന് വെച്ചോ. നമ്മളിപ്പോൾ ഒരു പുസ്തകം എഴുതുകയാണ്. അപ്പം നമ്മൾ പ്രസ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം ശരിയാണോ എന്ന് നോക്കുവാൻ വേണ്ടി നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യും. ഒരു ആർട്ടിക്കിൾ ഇപ്പം നോക്കിയിട്ട് അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണോ, അതിൻ്റെ പഞ്ച്വേഷൻ എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസ് ഓഫ് റീഡിംഗ്. റീഡിംഗ് ഈസ് എ കോംപ്ലക്സ് ആക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് quick eye movements, the sending of images to the brain and interpretation of the visual stimuli by the brain. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ആക്ഷനാണ്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഏതൊരു കാര്യം വായിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ അതിനോടൊപ്പം ചലിക്കണം. അതുപോലെ തന്നെ ആ ചലിക്കുന്നതിനോടൊപ്പം നമ്മുടെ തലയ്ക്കകത്തൊരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പം ബുക്സ്, നോവൽസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വികാരം തോന്നുന്നത് നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ ബ്രെയിനിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് വരും. അപ്പം വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ അതിനോടൊപ്പം ഓടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അതാണ് റീഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മേജർ component of reading is eye fixation, a point where our eyes come to rest as we read. Usually the eye takes 4 or 5 fixation to cover a line of about 4 inches. നമ്മൾ വായിക്കുമ്പം കണ്ണ് ഓടിക്കുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്, വലിയ കാര്യമില്ല. When the reader feel the need to read an earlier word in the same line, and this backward movement of the eye is necessary. അപ്പം നമ്മളിപ്പോൾ when the reader feel the need to reread an earlier word in the same line and this backward movement of the eye is necessary, it is called regression. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വായിച്ചിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് പുറകോട്ട് വായിക്കുമല്ലോ. അപ്പം ആ പുറകോട്ട് വായിക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കുറേ വായിച്ച് ചെന്നപ്പം പഴയതെന്തോ മനസ്സിലാകാതെ പോവുകയാണ്. അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് പുറകോട്ട് ഇങ്ങനെ തപ്പി ആ ഒരു സെൻറ്റൻസിലേക്ക് പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. The smooth flow of reader's eye from one line to next line of the text is termed return sweep. To be efficient, return sweep should be very rapid, rhythmic and smooth. Newspapers or magazine articles in columns are good for practicing to achieve fast and smooth return eye sweeps. അപ്പം ഒരു നല്ലൊരു റീഡർ, നന്നായിട്ട് വായിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് വായിച്ച് പോയി റിഗ്രഷനൊക്കെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പുറകോട്ട് പോയി വായിക്കുന്ന ആ ഒരു രീതിയില്ല. നന്നായിട്ട് വായിച്ച് കൃത്യമായിട്ട് നല്ല റിതമിക് ആൻഡ് സ്മൂത്ത്, നല്ല താളത്തോടെ നല്ല സ്മൂത്തായിട്ട് വായിച്ച് പേജ് ഇങ്ങനെ മറിച്ച് വായിക്കുന്നതിനെയാണ് ആ ഒരു വായിക്കുന്ന രീതിയും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ബെസ്റ്റ് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശശി തരൂരൊക്കെ ആണെങ്കിലും അദ്ദേഹം വായിക്കുന്ന രീതി എന്ന് പറയുന്നത് പുള്ളി നടുക്കൂടെ വായിച്ച് പോകത്തുള്ളൂ. ഒരു മിനിറ്റിൽ പുള്ളി 2 പേജൊക്കെ കവർ ചെയ്യുന്നതാണ് പറയാം. നടുക്കൂടെ ഇങ്ങനെ വായിച്ച് പോവുള്ളൂ, ഫുള്ള് വായിക്കാനൊന്നും നിൽക്കത്തില്ല. അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ, മാഗസിൻസ് ഒക്കെ വായിച്ച് വരുന്നവർക്ക്, നന്നായിട്ട് ഇന്നും വായിക്കുന്നവർക്കൊക്കെ ആ ഒരു പ്രാക്ടീസ് ഉണ്ട്.
അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റീഡബിലിറ്റി. റീഡബിലിറ്റി ഇൻ ദി കേസ് വെൻ എ റീഡർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിട്ടേൺ ടെക്സ്റ്റ്. The factors involved readability are the average number of words in test sentences, the number of commonly understood words, the average number of syllables in words. Readability is the case when a reader can understand written text. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ പലരും ഇപ്പം ചില കാര്യങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അളക്കുന്നത് റീഡബിലിറ്റി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി വെച്ചാണ്. ഇപ്പോൾ അവൻ്റെ റീഡബിലിറ്റി എന്ന് പറയുന്നത് അവളുടെ റീഡബിലിറ്റി ആയിട്ട് അത്രേ വരത്തില്ലായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ചിലർ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കൊടുക്കുവാണെങ്കിൽ അത് വായിക്കാൻ ചിലർക്ക് പാടായിരിക്കും. അപ്പോൾ അവൻ്റെ റീഡബിലിറ്റി ഇച്ചിരി കുറവാന്ന് പറയും. അപ്പോൾ അതാണ് അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ദ ആവറേജ് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ സെൻറ്റൻസസ് അതൊക്കെ അതിനെ വെച്ചാണ് നമ്മൾ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ ഒരു റീഡബിലിറ്റി നമ്മൾ അളക്കുന്നത്. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി റീഡബിലിറ്റി എന്താണെന്ന്. ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് എന്ന് പറയുന്നത് ഒരു വായനയുടെ ഇമ്പോർട്ടൻസ്, വായിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്. റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഡെവലപ്സ് ദ മൈൻഡ്. റീഡിങ് ഈസ് ഫണ്ടമെൻ്റൽ ടു ഫങ്ഷനിങ് ഇൻ ടുഡേയ്സ് സൊസൈറ്റി. റീഡിങ് ഡെവലപ്സ് ദ ക്രിയേറ്റീവ് സൈഡ് ഓഫ് പീപ്പിൾ. അപ്പം നമ്മൾ വായന കൊണ്ട് ഒരാളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ പത്രങ്ങൾ ദിനംതോറും വായിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വായിച്ച് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ റീഡിങ് ഒരാളുടെ ആന്തരികമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൂട്ടുവാനും സാധിക്കും. റീഡിങ് ഈസ് ഫണ്ടമെൻ്റൽ ഇൻ ഡെവലപ്പിംഗ് എ ഗുഡ് സെൽഫ് ഇമേജ്. അപ്പം വായനയിലൂടെ നമുക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വ്യക്തിത്വം ഡെവലപ്പ് ആവുകയും ചെയ്യും. സം ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു എവറി ഡേ യൂസ് ഓഫ് റീഡിങ്. ഒന്നാമത്തേത്, ഇപ്പോൾ റീഡിങ്ങിൽ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഫങ്ഷണൽ ലിറ്ററസി, ദ എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് ടു പെർഫോം ബേസിക് ടാസ്ക് ലൈക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, റീഡിങ് ബിൽബോർഡ്സ്, ഡയറക്ഷൻസ്, പോസ്റ്റേഴ്സ് ഓൺ ദ വാൾ, to write job application, fill in forms and perform a variety of tasks like that. അപ്പം ഒരു മനുഷ്യൻ്റെ എഴുതാനും വായിക്കുവാനുള്ള കഴിവുകൾ എന്തിനൊക്കെ? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാനും, ഓരോ ബില്ല് ബോർഡ് വായിക്കുവാനും, അതുപോലെ തന്നെ ഡയറക്ഷൻ നോക്കുവാനും, പോസ്റ്റർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പം നമ്മളുടെ ഒത്തിരി പ്രായമായിട്ടുള്ള അമ്മച്ചിമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാരൊക്കെ ആയിട്ടുള്ളവർക്ക് വായിക്കാൻ ഇച്ചിരി പാടായിരിക്കും ചില ഇംഗ്ലീഷ് വേർഡ്സ് അല്ലെങ്കിൽ മലയാളം വേർഡ്സ് ആണെങ്കിൽ. പ്രായം കൊണ്ടല്ല, അവർക്ക് നേരത്തെ അത്ര എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം അവരൊക്കെ ആ ഒരു ഇതിന് പറയുന്നതാണ് ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരാളുടെ ആ ഒരു കഴിവിനെയാണ് ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്തെ ഒരു ചെറിയ കൊച്ചും പഴയ കാലത്തെ ഒരു പ്രായമുള്ള ഒരാൾക്കും തമ്മിൽ ഫങ്ഷണൽ ലിറ്ററസി തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇന്നത്തെ പിള്ളേരെന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് ജനിച്ച് വീഴുന്നവരാണ്. അപ്പം അവർക്ക് എന്തും ഇച്ചിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അവരുടെ സൊസൈറ്റിയും അവരുടെ ചുറ്റുപാടുകളും ഒക്കെ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരിയും കൂടെ ഫങ്ഷണൽ ലിറ്ററസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ലിറ്ററസി മീൻസ് ദി എബിലിറ്റി ടു പെർഫോം ദോസ് റീഡിങ് ടാസ്ക് ദാറ്റ് വൺസ് വർക്ക് ഡിമാൻഡ്സ്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലിയിലാകുമ്പോൾ ജോലിയിൽ ഏർപ്പെടുമ്പോഴുള്ള കുറച്ച് വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിസിനസ് പരമായിട്ട് ഇപ്പം എക്കണോമിക്സ് കൊമേഴ്സുകാർക്ക് ഫിനാൻസ്, അക്കൗണ്ടിങ് അങ്ങനത്തെ കുറച്ച് വേർഡ്സുകളുണ്ട്. അപ്പം അത് ഒന്നും നമ്മൾ വേറെയുള്ള സബ്ജക്റ്റുകാർക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് വർക്ക് റിലേറ്റഡ് നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു അതിനെ സംബന്ധമായിട്ടുള്ള കുറച്ച് വായന അല്ലെങ്കിൽ അത് വായിക്കാൻ പറ്റുക എന്നുള്ള ഒരാളുടെ കഴിവാണ് വർക്ക് റിലേറ്റഡ് ലിറ്ററസി എന്ന് പറയുന്നത്. ഇത്രയും ഓർത്താൽ മതി. ഇപ്പം മലയാളം മെയിൻ സബ്ജക്റ്റായിട്ട് മലയാളം BA പഠിക്കുന്ന ഒരു വ്യക്തിക്ക് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി നമ്മൾ രണ്ടുപേരെ എടുക്കുവാണ്. അപ്പം കൊമേഴ്സ് പഠിക്കുന്ന കൊച്ചിൻ പറയുന്ന പല ടേംസും മലയാളംകാരന് അറിയത്തുണ്ടാവില്ല. അതുപോലെ തന്നെ സംസാരിക്കുന്ന മലയാളത്തിലെ ചില കടുകട്ടി വാക്കുകളൊന്നും കൊമേഴ്സുകാർക്ക് അറിയണമെന്നില്ല. അപ്പോൾ അവർ തമ്മിൽ രണ്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ജോലി സംബന്ധമായിട്ട്. ബിസിനസ്സുകാരുടെ വേർഡ്സ് ആയിരിക്കില്ല നമ്മൾ
സാധാരണ പൊളിറ്റീഷ്യൻസ്, ഇപ്പം രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ല ഒരിക്കലും, അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ല ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 2 ഡിഫറൻസ് ആണ് വർക്ക് റിലേറ്റഡ് ലിറ്ററസി എന്ന് പറയുന്നത്. പ്രിവ്യൂയിങ് എന്ന് പറയുന്നത് the exploratory reading of a text with the intention of finding out the main idea is called previewing. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ട് എക്സ്പ്ലോറേറ്ററി റീഡിങ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, പക്ഷെ അതിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി 1947 നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാര്യം നമ്മുടെ തലയിലുണ്ട്, പക്ഷെ അതിനെപ്പറ്റി അതിന് കൂടുതലായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, എങ്ങനെയാണ് അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്, ഇംഗ്ലീഷുകാരെങ്ങനെ ഓടിച്ചു വിട്ടു, അപ്പം അതിൻ്റെ പുറകിൽ പിന്നിൽ പ്രവർത്തിച്ച മൂവ്മെൻറ്റ്സ്, ഏത് വർഷമാണ്, ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊരു കാര്യത്തിന് വേണ്ടി പഠിക്കുക. അതാണ് പ്രിവ്യൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രിവ്യൂയിങ്ങിന് റീഡ് ദ ടൈറ്റിൽസ് ആൻഡ് സബ് ടൈറ്റിൽസ്. പെട്ടെന്നൊരു ബുക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ബുക്ക് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽസും സബ് ടൈറ്റിൽസും എല്ലാം പെട്ടെന്ന് ഓടിച്ചു നോക്കുക. ദ ടൈറ്റിൽസ് വുഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ സെൻട്രൽ ഐഡിയ ദ ടെക്സ്റ്റ് ഡിമാൻഡ്സ്. അപ്പോൾ നമ്മൾ ഇപ്പം 1947 ആ സംബന്ധമായിട്ടുള്ള ഒരു ബുക്കാന്ന് വെച്ചോ, അതിൻ്റെ അകത്ത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാനാണ്, അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് അറിയാനാണ് നമുക്ക് താല്പര്യം. അപ്പം നമ്മൾ പെട്ടെന്ന് ആ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ ഓരോ തലക്കെട്ടുകളിലൂടെ നമ്മൾ പോകും, സബ് ടൈറ്റിൽസും കൂടെ പോകും. അപ്പം നമ്മൾ നെഹ്റുവിൻ്റെ ആ ഒരു തലക്കെട്ട് എത്തുമ്പോൾ മാത്രം അത് വായിച്ചാൽ മതിയല്ലോ, അത് മാത്രം മതി നമുക്ക്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്ത് വിടാം. അപ്പം some text may not have subtitles. In such cases, the reader may read the introductory sentence of each paragraph as well as the concluding passage of the text, which may contain a summary of the whole text. അപ്പോൾ ചില ടെക്സ്റ്റുകൾക്കൊന്നും ഹെഡിങ് ഉണ്ടാകത്തില്ല. അപ്പം റീഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ലൈൻ വായിക്കുക, അല്ലെങ്കിൽ അവസാനത്തെ ലൈൻ വായിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യം അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു പാരഗ്രാഫിൽ. മുഴുവനും വായിക്കേണ്ട എന്നാണ് പറയുന്നത്. The reader may then just skim through passages he has not read. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ തപ്പി ഇറങ്ങിയ ഒരാളാണ്. നമ്മളിപ്പം ഈ ഒരു പ്രോസസ്സിൽ ഏതാണ് പ്രിവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളത് വായിക്കണ്ട. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യം മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് സ്കിമ്മിങ് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് അടുത്ത് നോക്കാം. സ്കിമ്മിങ് എന്ന് പറയുന്നത് ആവശ്യമുള്ളത് മാത്രം നോക്കുക, ബാക്കിയുള്ളത് അവോയ്ഡ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രിവ്യൂയിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. എന്നുവെച്ചാൽ ആവശ്യമുള്ളത് നോക്കുക, ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്ത് വിടുക. അപ്പം ഇപ്പം നെഹ്റുവിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആ ബുക്കിൽ തുറന്ന് നോക്കുമ്പോൾ ഓരോ ഹെഡിങ് പരമായിട്ട് ഫുള്ള് നോക്കുമ്പോൾ നെഹ്റുവിൻ്റെ ആ ഒരു ഹെഡിങ് വരുമ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നത് മാത്രം വായിച്ചാൽ മതി. അതുപോലെ തന്നെ ഹെഡിങ്ങും സബ് ടൈറ്റിൽസും ഇല്ലെങ്കിൽ നമ്മൾ ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിലുള്ള സെൻറ്റൻസ് വായിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റിലുള്ള സെൻറ്റൻസ് വായിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ച് ഇതാണ്. അതല്ല, ഒന്നും വേണ്ട, നമ്മുടെ കണ്ണെന്ന് ജസ്റ്റ് ഓടിച്ചു വിടുക. അതിനെയാണ് പ്രിവ്യൂയിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സ്കിമ്മിങ് ഈസ് റീഡിങ് എ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് ഇറ്റ്സ് മീനിങ്. ഇറ്റ് ക്യാൻ ബി കോൺട്രാസ്റ്റഡ് വിത്ത് സ്കാനിങ്, വിച്ച് ഈസ് റീഡിങ് ഇൻ ഓർഡർ ടു ഫൈൻഡ് സ്പെസിഫിക് ഇൻഫർമേഷൻ. അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ പെട്ടെന്ന് വായിച്ചു വിടുക, ടെക്സ്റ്റ് ക്വിക്ക്ലി പെട്ടെന്ന് വായിച്ചു വിടുക, ടു ഗെറ്റ് എ ജനറൽ ഐഡിയ. ഇപ്പം നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം അത്രയും നാൾ ഉഴപ്പി നടന്നിട്ട് സ്കിം ചെയ്യുന്നവരാണ് കൂടുതൽ. എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിനെപ്പറ്റി പെട്ടെന്നൊന്ന് മറിച്ച് വിടും. അത്രയും നാൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇതാണ് അവിടെ ഇതാണ് ഇവിടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞോട് ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ മാത്രം വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ഇൻഫർമേഷന് വേണ്ടി തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. സ്കാനർ എന്ന് കേട്ടിട്ടില്ലേ? സ്കാൻ ചെയ്തെടുക്കുക, ഫുള്ളൊന്ന് സ്കാൻ ചെയ്തെടുക്കുക. അപ്പം കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് അതിൻ്റെ അകത്തുണ്ടാവും. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു രീതിയാണ്. ജസ്റ്റ് നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മാത്രം മതി. സ്കാനിങ്ങിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ്. ടിപ്സ് ഫോർ എഫക്റ്റീവ് റീഡിങ്ങിന് വേണ്ടിയുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Both eyes and brains are involved in the process of reading. Make the eye movements more effective. If you have any problem with the written sweep, identify and rectify it.
ടേക്ക് ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് യു ആർ റീഡിങ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഐസും ബ്രെയിനും എല്ലാം നമ്മുടെ കണ്ണുകളും തലച്ചോറും ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായനയിൽ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറകിൽ പോയി വായിക്കുക. അതിന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ നോക്കിയത്? പുറകിൽ പോയി വായിക്കുന്നതിന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വായിച്ച് റിഗ്രഷൻ ഉണ്ടാവാതെ ഇരിക്കുക. അതാണ് മെയിനായിട്ട്. അത്രയും തറവായിട്ട് നമ്മൾ വായിച്ചു പോവുക എന്നുള്ളതാണ്. ടേക്ക് ജെനുവിൻ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വായിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബുക്ക് വായിക്കാൻ നമുക്ക് തോന്നത്തുള്ളൂ. ഇപ്പം ചിലവർ ഈ ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ യാത്രാ മാഗസിൻ, ബാലരമ, അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് വായിക്കുന്നു. അതുപോലെ എല്ലാം വായിക്കുന്ന കാര്യത്തിൽ പഠിക്കുന്ന ബുക്കാണെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വായന നടക്കത്തുള്ളൂ. റീഡിങ് സ്പീഡ് ഡിപാൻഡ്സ് ഓൺ ദ ഫെമിലിയാരിറ്റി വിത്ത് ദ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുന്നവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ റീഡിങ് സ്പീഡ് കൂടാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫെമിലിയാരിറ്റി വിത്ത് ലാംഗ്വേജ്, ഭാഷ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. 5 കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ആർ റീഡിങ്. വായിക്കുന്ന കാര്യത്തിനെ പറ്റി നല്ല കോൺസെൻട്രേഷനോടെ വായിക്കുക. വേറെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോകരുത്. മൊബൈലിലൊന്നും അതിൻ്റെ ഇടയ്ക്ക് പോയി മൊബൈലിലെ നോട്ടിഫിക്കേഷൻ അടിക്കുമ്പോൾ പോയി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മടക്കി നോക്കൂലേ, ആ ഒരു കോൺസെൻട്രേഷനൊക്കെ അത്രയും കോൺസെൻട്രേഷൻ തെറ്റാതെ വേണം ഏത് കാര്യം വായിക്കുവാണെങ്കിലും നമ്മൾ ചെയ്യുവാനായിട്ട്. ലേൺ ടു ഷിഫ്റ്റ് ഫ്രം വൺ സ്റ്റൈൽ ഓഫ് റീഡിങ് ടു അനദർ ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. അപ്പം ഷിഫ്റ്റ് വൺ സ്റ്റൈൽ ഓഫ് റീഡിങ്. അപ്പം നമ്മൾ കുറേ സ്റ്റൈൽ ഓഫ് റീഡിങ് പഠിച്ചു. അപ്പോൾ ഏതെങ്കിലും ഓരോ ബുക്കിനും പല സ്റ്റൈൽ ഓഫ് റീഡിങ് ആണ് വേണ്ടത്. ഇപ്പം നമ്മളൊരു നോവൽ വായിക്കുമ്പോഴുള്ള റീഡിങ് അല്ല ഒരിക്കലും ഒരു മാഗസിൻ വായിക്കുമ്പോൾ. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പ് ഓഫ് റീഡിങ് ഉണ്ടായിരുന്നു. റിക്രിയേഷണൽ റീഡിങ് ഉണ്ട്, സ്റ്റഡി ടൈപ്പ് റീഡിങ് ഉണ്ട്, സർവേ റീഡിങ്. അപ്പോൾ റിക്രിയേഷണൽ റീഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്താണ് കൊടുക്കാം, നോവൽ എളുപ്പത്തിന്. ഓരോന്നിനും പല കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് പല റീഡിങ് വായിക്കാൻ പറ്റും. സർവേ റീഡിങ്ങിന് നമുക്ക് ഡിക്ഷണറി എന്ന് കൊടുക്കാം. ഫൈൻഡിങ് എ സ്പെസിഫിക് വേർഡ് ഇൻ എ ഡിക്ഷണറി. ഓരോ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ടൈപ്പ് ഓഫ് ഇന്ന കൈൻഡ് ഓഫ് റീഡിങ് ആണ് ആവശ്യമെന്ന്. അത് നമ്മൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു ചാപ്റ്ററിൽ. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിക്രിയേഷണൽ റീഡിങ്, സ്റ്റഡി ടൈപ്പ് റീഡിങ്, സർവേ റീഡിങ്, പിന്നെ ഈ ഒരു നമ്മുടെ സ്റ്റഡി ടൈപ്പ് റീഡിങ് നോക്കുക, റിക്രിയേഷണൽ റീഡിങ് നോക്കുക നന്നായിട്ട്. എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഏരിയ ആണിത്. പിന്നെ സ്കിമ്മിങ് എന്നാ നോക്കുക. സ്കിമ്മിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് വായിച്ചു പോവുക, കൂടുതൽ അതിനുവേണ്ടി സമയം കളയാതെ പെട്ടെന്ന് വായിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വായിക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഇരുത്തി വായിക്കുക എന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അതൊക്കെ നോക്കുക, അത്രയേ ഉള്ളൂ.